ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളി തയ്യാറാക്കാം. വെള്ളയപ്പത്തിനും നൂൽപുട്ടിനും പത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയാണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കരിമീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇതും കൂടെ തേച്ച് നന്നായിട്ട് തന്നെ പുരട്ടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി മുരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആ സൈഡും കൂടെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 5-6 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിമീൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു ലെവലിൽ വേണം വെള്ളം നിൽക്കാനായിട്ട്. ഇനി ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കരിമീനിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. സാധനങ്ങളുടെ ഒക്കെ അളവ് കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 പാല് നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓവറായിട്ട് തിളയ്ക്കണ്ട കേട്ടോ. 1 പാല് ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി അതിൻ്റെ ചൂടിൽ വെന്തോളൂ കേട്ടോ. ഇനി നമുക്കത് കഴിക്കാവുന്നതാണ്. പത്തിരിക്കും നൂൽപുട്ടിനും വെള്ളയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.